അസ്സലാമു അലൈക്കും. മുഹിയുദ്ദീൻ മാല, റിഫായി മാല, നഫീസത്ത് മാല എന്നിവയോടൊപ്പം സുന്നി മുസ്ലിങ്ങൾ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു മാലയാണ് മഞ്ഞക്കുളം മാല. അതിൻ്റെ പ്രതിപാദ്യം മദീനയിൽ നിന്ന് വന്ന സയ്യിദ് ഹുസൈൻ മദനി അവരുടെ ജീവിതമാണ്. ടിപ്പു സുൽത്താൻ്റെ സൈന്യത്തോടൊപ്പം പാലക്കാട് വന്ന സയ്യിദ് അവർകൾ ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ മരിച്ചു വീണു. അദ്ദേഹത്തെ ഖബറടക്കിയത് ഒരു കുളത്തിൻ്റെ അടുത്തായിരുന്നു. അതിനുശേഷം ആ കുളത്തിൻ്റെ വെള്ളത്തിൻ്റെ നിറം മഞ്ഞയായി മാറി. അതിനാലാണ് മഞ്ഞക്കുളം എന്ന പേര് വന്നത്. അതിൽ നിന്നാണ് ആ സ്ഥലത്തിന് ആ പേര് വന്നത്. വലിയാരിക്ക് തന്നെ ഇസ്ലാമിന് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ ഉള്ള താല്പര്യമാണത്രേ മദീനയിൽ നിന്ന് വന്ന് ടിപ്പുവിൻ്റെ സൈന്യത്തിൽ ചേരാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം ഷഹീദുമായി. ഈ മഹാനിൽ നിന്നും അനവധി കറാമത്തുകൾ ദൃശ്യമായിട്ടുണ്ട്. അതിനാൽ ജനങ്ങൾ വളരെ ആദരവോടെയാണ് ഈ മക്ബറ പരിപാലിച്ചു പോരുന്നത്. കശ്ഫേറ്റം ഉള്ളോരു ഔലിയ ഭാഷത്തെ കണിമൂളി പണ്ട് മുതലേയുള്ള ഒരു ആചാരമാണ് ഖബറിന് മുകളിൽ തുണി വിരിക്കുക. ഇങ്ങനെ നൂറുകണക്കിന് ആളുകൾ കൊണ്ടുവരുന്ന തുണികളെല്ലാം കൂടി ഭാണ്ഡം കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇതൊരു ധൂർത്താണെന്ന് പറയാനേ കഴിയൂ. കാരണം കാലാകാലങ്ങളിൽ കമ്മിറ്റിക്കാർക്ക് തന്നെ ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. നിലവിളക്കും കാലഹരണപ്പെട്ട ഒരു ആചാരമാണ്. നിലവിളക്കും ഈ മൂടുപടവും ഒഴിവാക്കുന്നത് എത്രയും നല്ലതാണ്. അള്ളാഹു ധൂർത്ത് ഇഷ്ടപ്പെടുന്നില്ല. ഈ ദർഗയുടെയും ജമാഅത്ത് പള്ളിയുടെയും കീഴിൽ ഒരു അനാഥ അഗതി മന്ദിരം പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാടിൻ്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് ഇവിടെ എത്തിപ്പെടാൻ എളുപ്പമാണ്. തശ്രീഫ് വാലിമ കംതന്നിൽ പിറന്നോവർ സയ്യിദ് ഖാജാ ഹുസൈൻ എന്ന് പേരുള്ളോവർ സ്ഥാനം വിട്ട് നടന്ന് പാലക്കാട്ടിൽ ടിപ്പു സുൽത്താനോടെ കാലത്തിൽ വന്നോവർ വന്ന് സുൽത്താനോടെ തീർത്ത കവാഫീറിൽ വെക്കാതെ ശണ്ടാപ്പോ രുതി ഷഹീദായോർ ചന്നര മഞ്ഞക്കുളത്തിൻ്റെ മേൽഭാഗം ഷറഫാൽ അടക്കിടെ മേൽമാമി ഗന്ധോവർ മന്നേരെ എല്ലാരും